എൻ്റെ കൂടെ ഇരുന്ന് സീരിയൽ കാണുന്ന പരിപാടിയിലാട്ടോ നമ്മൾ ശങ്കരി. കാരണം 2, 3, 4 സീരിയൽ കഴിഞ്ഞിട്ട് ഇവരെ ഞാൻ പുറത്തിറക്കുന്നു ഇവർക്കറിയാം. അതുകൊണ്ടാണ് ഈ ഒരു ക്ഷമയോടെയുള്ള കാത്തിരിപ്പ്. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ബഹളം വെച്ചപ്പോൾ നേരെ എടുത്തിട്ട് ഊഞ്ഞാലുമ്മേക്ക് ഇരുന്നു കേട്ടോ. നല്ല രീതിയിൽ ആടുകയാണെങ്കിൽ കുറച്ച് നേരം അങ്ങോട്ട് ആടട്ടെ എന്ന് വിചാരിച്ചപ്പോൾ ആൾ തലേണ്ണ കുറച്ച് നേരം കടിക്കാൻ നോക്കി. തലേണ്ണ കിട്ടുന്നില്ലാണ്ടപ്പോൾ നേരെ ഊഞ്ഞാൽ കടിക്കാൻ നോക്കി കേട്ടോ. ഇനി അധികം നേരം അവിടെ നിന്ന് ഇരുന്നാൽ ശരിയാവില്ല എന്ന് അവൾക്കെന്നെ മനസ്സിലായിട്ടൊന്നറിയില്ല. വേഗം എണീറ്റു. അവൾ എണീറ്റപ്പോൾ തന്നെ ഫിലോമിനേച്ചി വേഗം അവളുടെ അടുത്ത് പോയിട്ട് എന്നോടൊരാഗ്രഹം പറഞ്ഞു, ഞങ്ങളുടെ ഒരു ഫോട്ടോ എടുത്ത് തരാമോ എന്നുള്ള. പിന്നെ ഒന്നും നോക്കില്ല, നേരെ ഇങ്ങോട്ട് ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നു കേട്ടോ. കുറച്ച് നേരം ആൾ നല്ല രീതിയിൽ ഇരിക്കുന്നുണ്ടെങ്കിലും മര്യാദയ്ക്കൊന്നും ഇരിക്കുന്നില്ല. പിന്നെ നേരെ അവരങ്ങോട്ട് പുറത്തിറക്കി. വയറ് നിറയെ ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ ഫിലോമിനേച്ചിയെ കൊണ്ടെടുക്കാൻ വേണ്ടി പോവാം കേട്ടോ. ഫിലോമിനേച്ചി ഇവരോട് 2 പേരോടും ബൈ ബൈ പറഞ്ഞു. ഇനി വരുമ്പോൾ ബിസ്ക്കറ്റൊക്കെ കൊണ്ടുവരണ്ട കേട്ടോ, പോയിട്ട് വരട്ടോ എന്നൊക്കെ പറഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. ചേച്ചിക്ക് എന്തായാലും ശങ്കറിനെയും മേട്ടനെയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ വീഡിയോ എടുക്കുന്നുണ്ടപ്പോൾ എന്നെയും കൂടി എടുക്കുമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും നോക്കിയില്ല, ഞങ്ങൾ രണ്ടാളും കൂടി ഒരു തംസപ്പ് അങ്ങോട്ട് അടിച്ചു കേട്ടോ. പിന്നെ നേരെ പുറത്തിറങ്ങിയിട്ട് മേട്ടോനോടും കുഞ്ഞൂസിനോടും ബൈ ബൈ പറഞ്ഞു. കുഞ്ഞൂസ് ഇങ്ങനെ വാലാട്ടി ഇരിക്കുന്നുണ്ട് കേട്ടോ. മേട്ടു യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ചേച്ചിക്ക് ആദ്യം മേട്ടുവിൻ്റെ അടുത്ത് പോകാൻ ചെറിയൊരു പേടിയുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു പേടിക്കേണ്ട ചേച്ചി, ഇപ്പോൾ കുഞ്ഞ് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞപ്പോഴും ചേച്ചി ഞാൻ പോയിട്ട് വരാം കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി കേട്ടോ. ഇനി ചേച്ചിയെ നേരെ ഞങ്ങൾ വീട്ടിൽ കൊണ്ടാക്കാൻ പോവാണ്. ചേച്ചി വീട്ടിൽ കൊണ്ടാക്കിയിട്ട് ഞങ്ങൾ നേരെ പോണത് ജീജമേമേൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഇന്ന് കണ്ണൂസിൻ്റെ ബർത്ത്ഡേ ആണ്. അപ്പോൾ സർപ്രൈസ് ആയിട്ടുള്ളൊരു വിസിറ്റ് ആയിരുന്നു കേട്ടോ. സത്യം പറയാലോ, ശരിക്കും അവരങ്ങോട്ട് ഞെട്ടി എന്ന് പറയാലോ. ഞാൻ വരികയാണെങ്കിൽ ഞാൻ എണീറ്റോളാം എന്നൊക്കെ പറഞ്ഞ ഒരാളാണ് കേട്ടോ. ഞങ്ങൾ ചെന്നപ്പോൾ നല്ല ഉറക്കമായിരുന്നു. കണ്ടപ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. ആൾക്ക് ചെറിയൊരു ടോയൊക്കെ വാങ്ങിച്ചിട്ടായിരുന്നു പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവൻ്റെ ബർത്ത്ഡേക്ക് കൂടിയിട്ട് ഒരു കുഞ്ഞു കേക്കും കഴിച്ചതിന് ശേഷം ഇവരോട് ബൈ ബൈ പറഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങാൻ നേരത്ത് ജീജമേമേൻ്റെ ഒരു ഡയലോഗ്, എൻ്റെ വീഡിയോ ഇന്ന് എടുത്ത് ഇടല്ലേ കേട്ടോ എന്ന്. പിന്നെ ഒന്നും നോക്കിയില്ല, നേരെ അങ്ങോട്ട് ചെന്നിട്ട് നല്ലൊരു വീഡിയോ ഉണ്ട് എടുത്തിട്ടോ. എന്താ ഇപ്പം കഷ്ടം, വീഡിയോയ്ക്ക് മുന്നിൽ നിന്ന് പോസ്റ്റ് ചെയ്യാൻ ഇത്രയും നാണക്കേടോ? ചെറിയ നാണക്കേടൊക്കെ ഉണ്ടായിരിക്കും, പോട്ടെ. എന്തായാലും ഈ വീഡിയോ കണ്ട് അവരങ്ങോട്ട് കൃതജ്ഞയാവട്ടെ, അല്ലാതെ എന്ത് പറയാം.